എറണാകുളത്ത് ബെവറേജസ് ഔട്ട്ലെറ്റിൽ മദ്യലഹരിയിൽ പോലീസുകാരന്റെ അതിക്രമം. പണം നൽകാതെ മദ്യക്കുപ്പിയുമായി കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടെ പട്ടിമറ്റം ബെവറേജ് ഔട്ട്ലെറ്റിലാണ് സംഭവം. പോലീസ് ഡ്രൈവർ ഗോപിയെ തടയാൻ ശ്രമിച്ച വനിതാ മാനേജരെ ആക്രമിച്ചു. ഇയാളെ കുന്നത്തുനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയെ കയറി പിടിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തതിനാണ് കേസെടുത്തിരിക്കുന്നത്. ഡാനി പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ചില ഈ പോലീസുകാർക്കൊരു തോന്നലുണ്ട്. കാരണം പട്ടിമറ്റം ബെവറേജസ് ഔട്ട്ലെറ്റിൽ പോലീസുകാരൻ അതിക്രമം കാട്ടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഡാനി പോളിലേക്ക്. ഡാനി, ചില പോലീസുകാർക്കൊരു തോന്നലുണ്ട്. കാരണം ഈ അവർക്കൊരു കോട്ടയുണ്ട്. ചില ബാറുകളിലും മദ്യശാലകളിലൊക്കെ അവർക്കൊരു കോട്ടയുണ്ടെന്ന് തോന്നുന്ന, അങ്ങനെ സ്വയം ധരിക്കുന്ന, അത്തരം ഒരു അധികാരത്തിൻ്റെ ഹുങ്ക് കാണിക്കുന്ന പല പോലീസുകാരെയും കാണാൻ കഴിയും. ചില കടകളിൽ കയറിയാൽ കാശ് കൊടുക്കാത്തവർ, ചില ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, സ്വകാര്യ ബസ്സുകളിൽ പോലും സൗജന്യ യാത്ര ചെയ്യുക, അത് തങ്ങളുടെ അവകാശമാണെന്ന് കരുതുന്ന പോലീസുകാർ. ഇവിടെയും അത്തരമൊരു സംഭവം, അതായത് ഈ പട്ടിമറ്റം ബെവറേജസ് ഔട്ട്ലെറ്റിൽ പതിവായി ഇവിടെ മദ്യം വാങ്ങാനെത്തി പണം കൊടുക്കാത്ത ഒരു പ്രകൃതക്കാരനാണോ ഈ പോലീസുകാരൻ ഗോപി? ടോമി പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന, നമ്മളിപ്പോൾ പലപ്പോഴും ചില സിനിമകളിലും മറ്റുമൊക്കെ കാണുന്ന ചില സംഭവങ്ങളുണ്ട്. പോലീസുകാരെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന രീതിയിൽ അത്തരം ചില കാര്യങ്ങളുണ്ട്. നമ്മൾ സ്വാഭാവികമായും കരുതുന്നത് അത്തരം ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ നിന്നെല്ലാം തന്നെ പോലീസ് സേനാംഗങ്ങൾ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നെല്ലാം തന്നെ വിശ്വസിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരം ദൃശ്യങ്ങൾ കൂടി വരുന്നത്. ഇതിപ്പോൾ പട്ടിമറ്റത്ത് സംഭവിച്ചതാണ്. ഇതിൽ ബെഫ്കോ ജീവനക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് തന്നെ പോലീസിൽ പരാതി നൽകുകയും ഇതിൽ കുന്നത്തുനാട് പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു എന്നതാണ് ഇതിലെടുത്ത് പറയേണ്ടത്. കാരണം ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ 22-ന് നടന്നതാണ്. ഇതിൽ കൃത്യമായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അവിടെ നിന്ന് ആദ്യം കൗണ്ടറിൽ നിന്ന് സംസാരിക്കുകയും പിന്നീട് പണമടയ്ക്കാതെയും മദ്യക്കുപ്പിയുമായി പോലീസുകാരൻ അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്യുന്നത്. അവർ ഇതിൽ ഡ്രൈവറായി ജോലി നോക്കുകയാണ് പോലീസ് സേനയിൽ അദ്ദേഹം. ഇവർ പോലീസാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി അവർക്ക് ഒരു ധാരണയില്ല. പിന്നീടാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ അന്വേഷണം അറിയുന്നത് ഈ രീതിയിലാണെന്നുള്ളത്. അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുന്ന, ഒടുവിൽ അവിടെ നിന്ന് ആ ജീവനക്കാരിയോട് തർക്കിക്കുന്നതടക്കം നമുക്ക് കാണാം. ഒടുവിൽ തള്ളി മാറ്റിക്കൊണ്ട് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. അതെല്ലാം തന്നെ അദ്ദേഹത്തിന് ആ ഒരു നമ്മൾ പറയില്ല, ഇടയ്ക്കെല്ലാം തന്നെ കാക്കിയിട്ട് കിട്ടുന്നൊരു ധൈര്യം എന്നെല്ലാം പറയുന്നത് പോലെ അത് തന്നെ ആവാം. ഒരുപക്ഷെ തള്ളി മാറ്റി പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്നവർ, പുറത്തുണ്ടായിരുന്ന കസ്റ്റമേഴ്സ്, അതോടൊപ്പം തന്നെ ഇവിടേക്ക് വന്ന ജീവനക്കാർ, ഇവരെല്ലാം വളരെ ബലമായി ഇയാളെ കീഴ്പ്പെടുത്തുകയും ഇതിനകത്തേക്ക് കൊണ്ടുവരികയും എല്ലാം തന്നെ ശ്രമിക്കുന്നുണ്ട്. സ്ഥാപനത്തിൻ്റെ വാതിൽ അത് അടർന്ന് വീഴുന്നുണ്ട്. അങ്ങനെ ഒരു അക്രമ സംഭവങ്ങളെല്ലാം തന്നെ അവിടെ നടത്തിയ ശേഷമാണ് പിന്നീട് ഇയാൾക്കെതിരെ പരാതി നൽകുന്നു. പിന്നെ പോലീസ് കേസെടുക്കുകയും നടപടിയാവുകയും ചെയ്യുന്നത്. ഒരു സ്ത്രീ ജീവനക്കാരിയോട് നേരത്തെയും ഈ പരാതിയിൽ വ്യക്തമായിട്ട് പറയുന്നത്, ആദ്യം ഒരു ഘട്ടത്തിൽ ഇവരോട് മോശമായിട്ട് പെരുമാറുന്നു, വളരെ ശബ്ദമുയർത്തി വല്ലാതെ മോശമായിട്ട് പെരുമാറുകയും അവിടെ ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവരത് പറഞ്ഞ് രമ്യതയിൽ തീരുന്നു. അവർ ക്ഷമിക്കാൻ തയ്യാറാവുന്ന ജീവനക്കാർ വീണ്ടും ഇവിടേക്ക് തന്നെ തിരിച്ചെത്തി വീണ്ടും വലിയ രീതിയിലേക്ക് ശബ്ദമുയർത്തുകയും കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു ജീവനക്കാരി ആ ഡോറിൻ്റെ ഭാഗത്ത് വന്ന് നിൽക്കുന്നത്. കാരണം അവരത് പ്രതീക്ഷിക്കുന്നുണ്ട്, ഈ രീതിയിൽ ഇനി സംഭവം ഉണ്ടായേക്കാം എന്തെങ്കിലും എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ അവരവിടെ നിൽക്കുന്നു. പിന്നീട് ഇവിടുന്ന് എടുത്തുകൊണ്ട് മദ്യക്കുപ്പിയുമായി കടന്നു കളയാൻ ശ്രമിക്കുമ്പോഴാണ് അവർ ബലമായിട്ട് അവരെ തടയാൻ ശ്രമിക്കുന്നതും പിന്നീട് ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതും. ജീവനക്കാരിയെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നെല്ലാം തന്നെ പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുന്നത്തുനാട് പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അന്വേഷണം. പോലീസ് കേസെടുത്തിട്ടുണ്ടല്ലോ ഡാനി, ഒരു വകുപ്പ് തല നടപടി ഉണ്ടാകുമോ? കാരണം നമ്മളിത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ സമീപകാലത്ത് ആലപ്പുഴയിലൊരു പോലീസുകാരൻ മദ്യപിച്ച് ലക്കുകെട്ടൊരു ഹോട്ടൽ തല്ലി തകർത്ത സംഭവം മുതൽ മാങ്ങാ മോഷ്ടിക്കുന്ന പോലീസുകാരെ വരെ നമ്മൾ കണ്ടതാണ്. അവർക്കൊക്കെ എതിരെ വകുപ്പ് തല നടപടി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ പോലീസുകാരൻ ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ള വീഴ്ച.
ഒരു വകുപ്പുതല നടപടിക്ക് സാധ്യതയില്ലേ? തീർച്ചയായും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. നമുക്കറിയാം, ഈ മാങ്ങാമോഷണ സംബന്ധിയായ കാര്യങ്ങളിൽ തന്നെ എത്ര നാൾ കഴിഞ്ഞാണ് അതിലേക്ക് പോലീസ് എത്തുന്നത്. ഈ ആളിലേക്കെല്ലാം തന്നെ പോലീസ് എത്തുന്നതെല്ലാം തന്നെ വളരെ സാവകാശവും സമയവും എടുത്തൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ചെല്ലുന്നത്. പക്ഷെ എന്തായാലും ഇവിടെ അതിനുള്ളൊരു സമയവും കാര്യങ്ങളും ഉണ്ടായില്ല. വളരെ പെട്ടെന്ന് നടപടിയിലേക്കടക്കം കടന്നിട്ടുണ്ട്. സ്വാഭാവികമായും വകുപ്പ് തലം നടപടികളും ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളുണ്ട്. കാരണം കൃത്യമായി ഒരു ബിവറേജസ് ഔട്ട്ലെറ്റിൽ ചെന്ന് ഈ രീതിയിൽ പെരുമാറുക എന്നതാണ്, നമുക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. ഒരു പോലീസ് സേനയുടെ ഭാഗമായിരുന്ന ഒരാൾ തന്നെ ഈ രീതിയിലേക്ക് ചെയ്യുക. അവിടെ വന്നു പോകുന്ന എല്ലാവരും തന്നെയും വളരെ കൃത്യമായ ആ ദൃശ്യങ്ങൾ കാണാം. നമുക്ക് വളരെ കൃത്യമായി കടന്നു പോകുന്നവരൊക്കെ തന്നെയാണ്. അല്ലെങ്കിലും നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇവിടെ ക്യൂ നിൽക്കുന്നവരാണ് വളരെ അച്ചടക്കത്തോടെ നിൽക്കുന്നവരെന്നെല്ലാം തന്നെ തമാശയായിട്ടെങ്കിലും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ കടന്നു പോകുന്നവർക്കിടയിൽ നിന്നാണ് ഈ രീതിയിൽ വലിയ ബഹളവും ഒച്ചയും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. അവിടെ നിന്ന് ഈ മദ്യക്കുപ്പിയുമായി കടന്നു കളയുന്നത്, അവിടെ പിടികൂടി അവിടെ ഷട്ടർ അടച്ച് അതിനകത്താക്കുന്നത്, പിന്നീട് പോലീസ് വന്ന് തന്നെ കൊണ്ടുപോവുകയെല്ലാം തന്നെ ചെയ്യുന്നത് ഇത് സേനയ്ക്കും മൊത്തത്തിൽ ഒരു നാണക്കേടുണ്ടാക്കുന്നൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വകുപ്പ് തല നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം കൃത്യമായും തന്നെ. ഏതായാലും അത്തരം രീതിയിലുള്ള പ്രാഥമികമായ രീതിയിൽ അത്തരം ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ ഇത് പോലീസ് സേനയ്ക്ക് ഒന്നടങ്കം നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. ഇതുപോലെ മദ്യപിക്കാൻ എത്തി ബെവറേജസ് ഔട്ട്ലെറ്റിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പുറത്തു വന്നത്. ഇപ്പോൾ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വകുപ്പ് തല നടപടിയും ഈ പോലീസുകാരെതിരെ വേണം. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുൻ്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.